ഹായ്, ഇന്നത്തെ വീഡിയോ ഫ്രാക്ഷനെ കുറിച്ചാണ്. ഫ്രാക്ഷൻസ്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, അതായത് ഭിന്നസംഖ്യകൾ എങ്ങനെ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം. അതിന് 2-3 മെത്തേഡ് ഉണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ 4 തരത്തിൽ, അത് കൂട്ടൽ എങ്ങനെ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. LCM എടുത്ത് ചെയ്യുന്ന വഴിയുണ്ട്, അത് തുടർന്നുള്ള വീഡിയോയിൽ LCM എടുത്തുള്ള വഴി വരുന്നുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. കാരണം മാത്സിൻ്റെ ബേസാണിത്. ഈ ഫ്രാക്ഷൻ അറിയാത്തതുകൊണ്ട് തന്നെയാണ് പലർക്കും കണക്കുകൾ തെറ്റും. ഇപ്പോൾ മാത്സ് പഠിക്കാൻ, മാത്സ് എളുപ്പമാക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ, അതുപോലെ നെഗറ്റീവ് പോസിറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് പോസിറ്റീവ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോയിലുണ്ട്. അതുപോലെ ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, നെഗറ്റീവ് പോസിറ്റീവും, പിന്നെയുള്ളത് √2, √3 അങ്ങനെയുള്ള കുറച്ച് കണക്കുകൾ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ മാത്സിൽ വളരെ എളുപ്പമുള്ളൊരു വിഷയമായിട്ട് മാറും. പിന്നെ ഫ്രാക്ഷൻസിൻ്റെ ബേസ്, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതെങ്ങനെ പഠിക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. അഡീഷനും സബ്ട്രാക്ഷനും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും മെത്തേഡ് മാറും. LCM എടുത്തുള്ള മെത്തേഡല്ല ഇന്ന് ചെയ്യുന്നത്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് ഇക്വേഷനായിട്ട് എഴുതി തരാം. 1 × 4 = നമ്മൾ 4 എന്ന് എഴുതി. ഇവിടുത്തെ സൈൻ പ്ലസ് ഇട്ടു. ഇനി ആ 1 × 2, 2 × 1 2 ഡിവൈഡഡ് ബൈ, ഇനി 2 × 4 = 8. അപ്പോൾ = 4 + 2 6 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. അതിനെ ചെറുതാക്കിയാൽ 2 കൊണ്ട് കട്ട് ചെയ്യാം, 3/4 എന്ന് കിട്ടും. ഇനി ഇതിനൊരു ഇക്വേഷൻ പോലെ നമുക്ക് മാറ്റി എഴുതുവാണെങ്കിൽ, കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നുമല്ല, a/b + c/d എന്ന ഫോമിൽ ആക്കുവാണെങ്കിൽ നമുക്ക് a × d, AD പ്ലസ് സൈൻ തന്നെ ഇട്ടു, b × c, BC ഡിവൈഡ് ബൈ b × d, BD എന്ന ഫോമിൽ ഇക്വേഷൻ പോലെ വേണമെങ്കിൽ എഴുതാം. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2/3 + 1/2 = 2 × 2 4 പ്ലസ് ഇട്ടു, 1 × 3 3 ഡിവൈഡ് ബൈ 3 × 2 6 = 3 7 7/6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 4/3 + 3/1 = 4 × 1 4 പ്ലസ് സൈൻ ഇട്ടു, 3 × 3 9 ഡിവൈഡ് ബൈ 3 × 1 3 = 4 + 9 9 4 13 ഡിവൈഡ് ബൈ 3. അടുത്തൊരു ക്വസ്റ്റ്യൻ 3/2 + 1/4 = ഇവിടെ ചെയ്യേണ്ടത് 3 × 4 4 × 3 12 12 പ്ലസ് 1 × 2 2 ഡിവൈഡ് ബൈ 2 × 4 8 = 12 + 2 14 ഡിവൈഡ് ബൈ 8. നമുക്ക് ചെറുതാക്കാം, = 7 ഡിവൈഡ് ബൈ 4. അടുത്തൊരു ക്വസ്റ്റ്യൻ 3/6 + 1/2 = ഫസ്റ്റ് 3 × 2 6 പ്ലസ് 1 × 6 വീണ്ടും 6 ഡിവൈഡ് ബൈ 6 × 2 12 = 6 + 6 12 ഡിവൈഡ് ബൈ 12 = 1. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് a/b + c/d എന്ന രൂപത്തിലാണ് ചെയ്തത്. = a × d, AD പ്ലസ് b × c, BC
ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ബി ഡി. ഈ മൈനസ് ആകുമ്പോഴും ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. എ ഇൻറ്റു ഡി എ ഡി മൈനസ്. അപ്പോൾ ഇവിടുത്തെ സൈൻ നടുക്ക് മൈനസ് ആണ്, നേരത്തെ പ്ലസ് ഇട്ട അതുപോലെ തന്നെ ഇവിടെ മൈനസ് ഇടുന്നു. ഇനി ബി ഇൻറ്റു സി നമ്മൾ ചെയ്യുന്നു. ബി സി ഡിവൈഡഡ് ബൈ നേരത്തെ ഇതുപോലെ തന്നെ ബി ഇൻറ്റു ഡി ബി ഡി. അപ്പോൾ എ ഇൻറ്റു ഡി എ ഡി സൈനിന് മാത്രമാണ് വ്യത്യാസമുള്ളത്, മൈനസ് ബി ഇൻറ്റു സി ബി സി എഴുതി ഡിവൈഡ് ബൈ ബി ഇൻറ്റു ഡി. ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1/2 മൈനസ് 1/4 നമ്മൾ ചെയ്യുന്നു ഈക്വൽ ടു 1 ഇൻറ്റു 4 മൈനസ് 1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8 ഈക്വൽ ടു 4 മൈനസ് 2 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു 1/4 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. 3/2 മൈനസ് 1/3 ഈക്വൽ ടു ഇവിടെ 3 ഇൻറ്റു 3 9. അടുത്ത സൈൻ മൈനസ് ഇട്ടു മൈനസ് 1 ഇൻറ്റു 2 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 ഈക്വൽ ടു 9 മൈനസ് 2 7 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു ഇതിനെ കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റൂല. അപ്പോൾ 7/6 തന്നെ ആൻസർ. നെക്സ്റ്റ് 2/3 മൈനസ് 1/4. ഫസ്റ്റ് 2 ഇൻറ്റു 4 4 ഇൻറ്റു 2 8 8 സൈൻ മൈനസ് ഇട്ടു 1 ഇൻറ്റു 3 3 ഡിവൈഡഡ് ബൈ ഇനി ചെയ്യേണ്ടത് 3 ഇൻറ്റു 4 12 ഈക്വൽ ടു 8 മൈനസ് 3 5 5 ഡിവൈഡ് ബൈ 12. 1/3 മൈനസ് 6 divided by 8 equal to 1 into 8 8 എഴുതി മൈനസ് 6 into 3 3 into 6 18 ഡിവൈഡ് ബൈ 3 into 8 3 into 8 24 ഈക്വൽ ടു ഇവിടെ നമുക്ക് ആൻസറിൽ മൈനസ് വരും. 8 മൈനസ് 18 മൈനസ് നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തിട്ടുണ്ട്. 8ൽ നിന്നും 18 കുറയ്ക്കണം. അപ്പോൾ 8 മൈനസ് 18 എന്നുള്ളത് 8 പ്ലസ് മൈനസ് 18 എന്നാക്കാം, അല്ലെങ്കിൽ തിരിച്ച് കുറച്ചിട്ട് മൈനസ് ചേർത്താലും മതി. അപ്പോൾ നമുക്ക് അത് തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മൈനസും പ്ലസും ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് -10 ഡിവൈഡ് ബൈ 24 എന്ന ആൻസർ കിട്ടും. ഈക്വൽ ടു അതിനെ കട്ട് ചെയ്യാം. 2 കൊണ്ട് കട്ട് ചെയ്താൽ -5 ഡിവൈഡ് ബൈ 12 എന്ന ആൻസർ കിട്ടുന്നു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല നമ്മൾ ചെയ്യുക, നേരെ നമുക്ക് ഗുണിച്ചാൽ മതി. എ ഇൻറ്റു സീനെ ഗുണിക്കാം, അതുപോലെ ബി ഇൻറ്റു ഡീനെ ഗുണിക്കാം. എ ഇൻറ്റു സി എ സി എന്നും ഡിവൈഡ് ബൈ ബി ഇൻറ്റു ഡി ബി ഡി. നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 1/2 ഇൻറ്റു 1/4 നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ അത് മൾട്ടിപ്ലിക്കേഷൻ ആക്കി. ഈക്വൽ ടു 1 ഇൻറ്റു 1 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8. 3/2 ഇൻറ്റു 1/2 ഈക്വൽ ടു 3 ഇൻറ്റു 1 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 4. 1/2 ഇൻറ്റു 3/6 ഈക്വൽ ടു 1 into 3 3 ഡിവൈഡ് ബൈ 2 into 6 12 ഈക്വൽ ടു നമുക്ക് കട്ട് ചെയ്യാം. 3 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. ഈക്വൽ ടു 1/4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ എ ബൈ ബി ഡിവൈഡഡ് ബൈ നമുക്ക് സി ബൈ ഡി എന്ന് എഴുതിയാൽ അത് ഈക്വൽ ടു, നമ്മൾ ഒരിക്കലും ഫ്രാക്ഷണൽ ഡിവിഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഡിവിഷന് പകരം അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ വിൽക്രമം റെസിപ്രോക്കൽ, ഇതാണ് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഹരിക്കുന്നതിന് പകരം ഇതിനെ തിരിച്ചിട്ടിട്ട്, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഛേദവും അംശവും ഛേദവും തമ്മിൽ മാറ്റിയിട്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരേ ഉത്തരമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്കിതിനെ മാറ്റി എഴുതിയാൽ എ ബൈ ബി ഇൻറ്റു
ഈ സി ബൈ ഡിക്ക് പകരം നമുക്ക് ഡി ബൈ സി എന്നാക്കി. അതായത് എ ബൈ ബി ഡിവൈഡ് ബൈ സി ബൈ ഡി ആണ്. അതിനെ തിരിച്ചിടുമ്പോൾ എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ എ ബൈ ബിനെ ഒരിക്കലും മാറ്റരുത്, അത് അതേപോലെ തന്നെ എഴുതുക. ഇനി സി ബൈ ഡിനെ നമ്മൾ ഡി ബൈ സി എന്നാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഡിവിഷൻ എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നേരത്തെ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാം. ഇതിനെ മാറ്റിയിട്ട് അപ്പോൾ എ ഇൻറ്റു ഡി എ ഡി ഡിവൈഡ് ബൈ ബി ഇൻറ്റു സി ബി സി എന്നായിട്ട് മാറും. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 1/2 ഡിവൈഡഡ് ബൈ 1/4 ഈക്വൽ ടു, ഇതിന് ഒരു സ്റ്റെപ്പ് മാറ്റി എഴുതുക. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞപ്പം അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് പോസിറ്റീവിലും നമുക്ക് അഡീഷൻ ഉള്ളൂ, സബ്ട്രാക്ഷന് പകരം നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ ഇവിടെയും ഡിവിഷനിൽ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നില്ല, പകരം ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, അതായത് അംശവും ഛേദവും മാറ്റി, അതായത് റെസിപ്രോക്കൽ, മലയാളത്തിൽ വിൽക്രമം എന്ന് പറയും, അതിനെ എഴുതിയിട്ട് ഡിവിഷന് പകരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 ഇൻറ്റു ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആക്കി. ഇനി നമുക്ക് അവിടെയുള്ള 1/4 ആണ്. 1/4 നമ്മൾ 4/1 എന്ന് എഴുതാം. ഈക്വൽ ടു 1 × 4 ഡിവൈഡ് ബൈ 2 × 1 2 എന്ന് എഴുതി. ഈക്വൽ ടു 4/2 is equal to 2 എന്ന ആൻസർ കിട്ടും. 1/3 ഡിവൈഡ് ബൈ 1/4 ഈക്വൽ ടു 1/3 ഇൻറ്റു എന്നാക്കി മാറ്റി. ഈ 4/1നെ 1/4നെ നമ്മൾ 4/1 എന്നാക്കി മാറ്റുന്നു. ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/4 ഡിവൈഡ് ബൈ 1/3 എന്ന് ഈക്വൽ ടു 2/4ന് ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ എഴുതി. 2/4 ഇൻറ്റു ഇട്ടു. നമുക്കുള്ളത് 1/3 ആണ്. 1/3നെ നമ്മൾ 3/1 എന്നാക്കി മാറ്റും. ഈക്വൽ ടു 2 × 3 6 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 3/2 നമുക്ക് ചെറുതാക്കി എഴുതാം. ഇപ്പോൾ ഓരോ കാര്യം അഡീഷണൽ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അത് പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് എക്സാമ്പിൾ ചെയ്തു. അടുത്ത എക്സാമ്പിൾ നമുക്ക് പുറകെ ചെയ്യാം. ഇപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, എ ബൈ ബി പ്ലസ് സി ബൈ ഡി എന്ന രൂപത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ എ ഇൻറ്റു ഡി എ ഡി, അതായത് ഇവിടെ ക്രോസ് ചെയ്യുന്നു, നടുക്ക് സൈൻ പ്ലസ് ഇട്ടു. പിന്നെ നമുക്ക് ബി ഇൻറ്റു സി ആണ്, അല്ലെങ്കിൽ സി ഇൻറ്റു ബി, അത് നമുക്ക് ബി സി എന്ന് എഴുതി ഡിവൈഡഡ് ബൈ, ഇനി താഴെ ക്രോസ് ചെയ്യുക, ബി ഇൻറ്റു ഡി ബി ഡി. ഇതാണ് അഡീഷൻ്റെ ഇക്വേഷൻ. ഇനി സബ്ട്രാക്ഷൻ ഇതുപോലെ തന്നെ, എ ബൈ ബി മൈനസ് സി ബൈ ഡി ആണെങ്കിൽ ഈക്വൽ ടു, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ സൈൻ മാത്രമേ മാറുന്നുള്ളൂ, ഓർത്തിരിക്കാൻ ഒരു വിഷമമില്ല. എ ഡി സൈൻ മൈനസ് ഇട്ടു, എ ഡി മൈനസ് ബി സി ഡിവൈഡഡ് ബൈ, ഇതുപോലെ തന്നെ മാറ്റുന്നു, ബി ഇൻറ്റു ഡി ബി ഡി. അപ്പോൾ ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഒരേപോലെ തന്നെയാണ്, വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നടുക്കത്തെ സൈൻ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുന്നു, മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ടു. ഇനി ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫ്രാക്ഷൻ ആണെങ്കിലും എ ഇൻറ്റു സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ബി ഇൻറ്റു ഡിനെ മൾട്ടിപ്ലൈ, അംശത്തെ അംശം കൊണ്ടും ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ എന്നും ഛേദത്തെ ഛേദം കൊണ്ട് ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എ സി ഡിവൈഡഡ് ബൈ ബി ഡി എന്ന് കിട്ടുന്നു. ഇനി ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ആണെങ്കിൽ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ആണെങ്കിൽ ഈക്വൽ ടു, ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല, പകരം മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്.
അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ എ ബൈ ബിനെ നമ്മൾ മാറ്റുന്നില്ല, അതിനൊരു മാറ്റവും വരുത്തുന്നില്ല. എ ബൈ ബി എന്ന് തന്നെ എഴുതുക, ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ സൈൻ കൊടുക്കുക, ഇൻറ്റു സി ബൈ ഡിനെ നമ്മൾ ഡി ബൈ സി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മാറ്റി എഴുതി ഡി ബൈ സി എന്നാക്കി മാറ്റുന്നു. പിന്നെ ചെയ്യുന്നത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. അപ്പോൾ എ ഇൻറ്റു ഡി, എ ഡി ഡിവൈഡ് ബൈ ബി ഇൻറ്റു സി, ബി സി. 1/2 minus 1/4 equal to 1/2 into 1/4 equal to അതുപോലെ 1/2 ഡിവൈഡ് ബൈ 1/4 ഈക്വൽ ടു. ഇനി ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം, അപ്പോൾ അതിൻ്റെ പ്രത്യേകത മനസ്സിലാവും. 1/2 പ്ലസ് 1/4 ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 into 4 നെഗറ്റീവ് സൈൻ പ്ലസ് ഇട്ടു. ഇനി 1 into 2 ഡിവൈഡ് ബൈ 2 into 4 8 ഈക്വൽ ടു 4 2 6 6 ഡിവൈഡ് ബൈ 8. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, ഇക്വേഷൻ പറഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ. 6/8 is equal to നമുക്ക് 3 ഡിവൈഡ് ബൈ 4. ഇതേപോലെ തന്നെ 1/2 മൈനസ് 1/4 ഇത് ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തത് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 കിട്ടി. 1 into 4 4 ആണ്, മൈനസ് ഇട്ടു. 1 into 2 2 ആണ്, അത് എഴുതി. ഡിവൈഡ് ബൈ 2 into 4 8 ആണ്, ഈക്വൽ ടു. ഇവിടെ പ്ലസും മൈനസ് തമ്മിൽ നോക്കുക, യാതൊരു വ്യത്യാസവും നടക്കത്തെ സൈൻ മാത്രമേ മാറിയിട്ടുള്ളൂ. മുകളിൽ 4 + 2 ആണ്, ഇവിടെ 4 - 2 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഒരേപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് നോക്കാം. ഈക്വൽ ടു 4 - 2 ഈക്വൽ ടു 2. 2/8 ഈക്വൽ ടു 1/4 ആൻസർ കിട്ടി. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആണല്ലോ. 1/2 into 1/4 1 into 1 1 ഡിവൈഡ് ബൈ 2 into 4 8 കഴിഞ്ഞു. ഇനി ഡിവിഷൻ. ഇവിടെ നമ്മൾ 1/2 ഇട്ടു. ഫസ്റ്റ് 1/2 തന്നെ എഴുതി. ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ടു, ഇൻറ്റു എന്നിട്ടു. അപ്പോൾ ഇവിടെ മാറേണ്ടത് 1/4ൻ്റെ റെസിപ്രോക്കൽ 1/4 4 ഡിവൈഡ് ബൈ 1 എന്നായിട്ട് മാറി. ഈക്വൽ ടു 1 into 4 4 ഡിവൈഡ് ബൈ 2 into 1 2 4/2 is equal to 2 ആണ്. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്തതാണ്, ഇക്വേഷൻ കാണിച്ചു തന്നപ്പോൾ. അപ്പോൾ ഇവിടെ ഈ 4 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചെയ്യാനുള്ള കാരണം ഇതിൽ ഇത്രയേ പഠിക്കാനുള്ളൂ. എല്ലാവർക്കും സാധാരണ 10ാം ക്ലാസ് +2 വരെ വരുന്ന കുട്ടികൾക്കും സംശയം വരുന്നു, എപ്പോഴും തെറ്റിപ്പോകുന്നു. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അറിയാത്തതുകൊണ്ടാണ് ഈ കണക്ക് വിഷമമാകുന്നത്. എന്നാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ, അതിനുവേണ്ടി ശ്രമിച്ചാൽ ശരിക്കും ഒരു 10-20 മിനിറ്റ് മെനക്കെട്ടാൽ പഠിക്കാവുന്ന കാര്യമാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കാണിക്കാം. ഇത്രയും സിമ്പിളാണ് ഈ സാധനം. ഇത് മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും. ഒരിക്കലും ഒരു 10ൽ പഠിക്കുന്ന കുട്ടിക്ക് 10ലെ കണക്കല്ല തെറ്റിപ്പോകുന്നു. ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഇങ്ങനെ ഫ്രാക്ഷൻ വരുമ്പോൾ അവിടെ പെട്ടുപോകും. 10ൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ വന്ന പ്രോബ്ലത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴായിരിക്കും തെറ്റിപ്പോവുക. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ ഓരോ നമ്പറിലും ഞാൻ 4 ഓപ്പറേഷൻസും കാണിച്ചു തരാം. 3/2 പ്ലസ് 1/3 അതുപോലെ 3/2 മൈനസ് 1/3 ഡിവൈഡഡ് ബൈ 1/3 ഈക്വൽ ടു എല്ലാം ഇട്ട് വെച്ചു. പണ്ട് കുട്ടികൾ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ ഈക്വൽ ടു എല്ലാം ഇട്ട് വെച്ചു. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ആദ്യം 3 into 3 9 നറുക്കത്തെ സൈൻ പ്ലസ് സൈൻ ഇട്ടു. 1 into 2 2 ഡിവൈഡഡ് ബൈ 2 into 3 6 ഈക്വൽ ടു 9 2 11 ഡിവൈഡ് ബൈ 6 കഴിഞ്ഞു. ഇവിടെയും ഇതേപോലെ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 9 - 2 ഡിവൈഡ് ബൈ 6
ഈക്വൽ ടു 9 2 കുറച്ചു 7 7/6 ഇതും കഴിഞ്ഞു. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്കറിയാം. അപ്പോൾ 1 ഇൻറ്റു അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3 ഇൻറ്റു 1 3 ഡിവൈഡ് ബൈ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ 4/2 പ്ലസ് 3/4 ഈക്വൽ ടു, വീണ്ടും ഞാൻ ഇമ്പോസിഷൻ പോലെ തന്നെ ക്വസ്റ്റ്യൻ എഴുതി വെക്കുന്നു 4/2. അപ്പോൾ അടുത്തത് 4/2 മൈനസ് 3/4 ഈക്വൽ ടു ഇട്ട് വെച്ചു. ഇനി 4/2 ഇൻറ്റു 3/4 ഈക്വൽ ടു 4/2 ഡിവൈഡഡ് ബൈ 3/4 ഈക്വൽ ടു. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ഇങ്ങനെ എഴുതി വെച്ചതിൻ്റെ കാരണം ഇത് ഇത്രയേ ഉള്ളൂ, ഇത് വളരെ സിമ്പിളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി വെച്ചത്. ഒരിക്കലും പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ, ഇത്ര എളുപ്പമാണ് ഈ ഫ്രാക്ഷൻ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി വെച്ചത്. ഇനി 2 നമ്പറല്ല 3 നമ്പർ വരുമ്പോൾ, 3 4 വരുമ്പോൾ നമുക്ക് LCM എടുത്തിട്ട് ചെയ്യാം. അത് LCM എടുക്കാൻ വേണ്ടി 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലോ പഠിച്ച വഴി പോലെ LCM കണ്ടുപിടിക്കേണ്ട വഴിയൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് LCM എടുത്ത് ചെയ്യാം. അത് എല്ലാം കൂടി ഒരു വീഡിയോ നടക്കില്ല, അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ വഴി ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴിയാണ് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ പ്ലസിനും മൈനസിനും മാത്രമേ ഉള്ളൂ. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും അതിൻ്റെ പോലും ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, ശ്രദ്ധിക്കുക. ഇവിടെ ചെയ്യേണ്ടത് എന്താ, 4 ഇൻറ്റു 4 16, നടുക്കത്തെ സൈൻ പ്ലസ് ഇട്ടു. 2 ഇൻറ്റു 3 6 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8 ഈക്വൽ ടു 16 6 22 ഡിവൈഡ് ബൈ 8. ഇവിടെ നോക്കുക, ഇതൊന്നും ഒരു വിഷമമുള്ള കാര്യമല്ലല്ലോ. ഈക്വൽ ടു 22നെയും 8 2 കൊണ്ട് വെട്ടാം. അപ്പോൾ 11 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടി. ഇനി ഇവിടെ സബ്ട്രാക്ഷൻ വരുമ്പോൾ, സബ്ട്രാക്ഷൻ എന്താ പ്രത്യേകതയുള്ളത്, ഈ സൈൻ മൈനസ് ആവുന്ന മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷണൽ ചെയ്ത് അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിരത്തി വെച്ചിട്ട് വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4 ഇൻറ്റു 4 16 മൈനസ് ഇട്ടു, 2 ഇൻറ്റു 3 6 ആണ്, ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8 ആണ്, ഈക്വൽ ടു 16ൽ നിന്നും 6 കുറച്ചാൽ 10 ഡിവൈഡ് ബൈ 8 ഈക്വൽ ടു 5/4. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. ഇതിനു വേണ്ടിയാണ് ഒരുപാട് പേര് തെറ്റിച്ച് പല കണക്കുകളും തെറ്റിക്കുന്നതെന്ന് വിചാരിക്കുക. അത്രയ്ക്ക് സിമ്പിളാണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 4 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 8 ഈക്വൽ ടു, ചെറുതാക്കാം, 12 ആണ് 8 ആണ്, 2 കൊണ്ടല്ല നമുക്ക് 4 കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. 12 ഡിവൈഡ് ബൈ 4 3 ഡിവൈഡ് ബൈ 8നെ 4 കൊണ്ട് കട്ട് ചെയ്യാൻ 2 ഈക്വൽ ടു 3/2 നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ 4 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ 4, അപ്പോൾ 4/2. ശ്രദ്ധിക്കുക, ഇവിടെ യാതൊരു മാറ്റവും ഇല്ല, 4/2 അങ്ങനെ തന്നെ എഴുതി. ഇനി ഡിവിഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇട്ടു, മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 3/4നെ നമുക്ക് 4/3 എന്ന് മാറ്റി എഴുതി, ഈക്വൽ ടു 4 ഇൻറ്റു 4 16 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 6 ഈക്വൽ ടു, ചെറുതാക്കി എഴുതാം, 16ന്റെ പകുതി 8 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇത് ഇത്രയ്ക്ക് സിമ്പിളാണ്, ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതല്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് LCM എടുത്ത് ചെയ്യാനുള്ള വഴി അടുത്തൊരു വീഡിയോയിൽ അതുമായിട്ട് വരുന്നുണ്ട്. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ആ വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും.